ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. ഇരുളിൽ തപ്പിത്തടയുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് അദ്ദേഹം മനുഷ്യപുത്രനായി ഈ മണ്ണിൽ അവതരിച്ചത്. കുരുടന്റെ കണ്ണോ തെളിച്ചുകൊണ്ടും ചെകിടരു കേൾവി പകർന്നുകൊണ്ടും കാരുണ്യരൂപനാം യേശുനാഥൻ നാടുകൾ തോറുമേ സഞ്ചരിച്ചു. അതെ, നന്മയുടെ പൂക്കൾ വിടർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അധ്വാനിക്കുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും അദ്ദേഹം ഒരു അത്താണിയായി മാറി. പാപികളായ പലരും മാനസാന്തരപ്പെട്ട് ആ നീതിമാനെ അനുഗമിച്ചു. സഹോദരരെ, അത്തരമൊരു പരിവർത്തനത്തിന്റെ കഥയാണ് ഞാൻ ഇവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുവാൻ പോകുന്നത്. കഥയുടെ പേര് സക്കേവൂസിന്റെ മാനസാന്തരം. പുതിയ നിയമത്തിൻ താളിലൂടെ നമ്മൾക്കു തെല്ലൊന്നു സഞ്ചരിക്കാം. സുവിശേഷ വചനത്തിൻ വഴിയിലൂടെ നമ്മൾക്കു മുന്നോട്ടു സഞ്ചരിക്കാം. നമുക്ക് അല്പനേരത്തേക്ക് ജെറിക്കോ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലാം. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സായാഹ്നം. പട്ടണത്തിൽ നല്ല തിക്ക തിരക്ക് കാണുന്നുവല്ലോ. അതാ അവിടെ നിന്നും ഒരു ആരം ഉയർന്നു കേൾക്കുന്നു. എന്താണത്? ദാവീദിൻ പുത്രനാം യേശുനാഥൻ വീതിയിലൂടെ വരുന്നുവത്രേ. അത്ഭുത കൃത്യങ്ങൾ ചെയ്തു മന്ദം കാഴ്ചകൾ താണ്ടി വരുന്നുവത്രേ. ദൈവപുത്രനായ യേശുവിന്റെ വരവ് പട്ടണവാസികളെ സന്തുഷ്ടരാക്കി. അനേകം രോഗികളും കുരുടന്മാരും എല്ലാവരും യേശുവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവരെ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. തിരുമൊഴി എന്തെന്ന് കേൾക്കുവാനും തിരുമുഖം നേരിട്ടു കാണുവാനും പട്ടണവാസികൾ കൂട്ടമായി നാഥന്റെ ചാരത്തു വന്നുകൂടി. കുട്ടികളും യുവാക്കളും സമ്പന്നരും ദരിദ്രരും തൊഴിലാളികളും മുതലാളികളും എല്ലാവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ വലിയ പുരുഷാരം മുന്നോട്ട് നീങ്ങി. അവർ നാൽക്കവലയ്ക്ക് അപ്പുറത്തുള്ള ഒരു ഇടുങ്ങിയ വഴിയെത്തി. അപ്പോഴാണ് യേശുനാഥൻ രസകരമായ കാഴ്ച കാണുന്നത്. തൊട്ടടുത്തുള്ള സിംഗപ്പൂർ മരത്തിന്റെ മുകളിൽ അതാ ഒരു മനുഷ്യൻ ഓതിരമ്പിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ആരാണത്? പച്ചില ചാറ്റിൽ മറിഞ്ഞിരിക്കും മധ്യേനെ സൂക്ഷിച്ചു നോക്കി നാഥൻ. നാട്ടിലെ ചുങ്കപ്പിരിവുകാരൻ സക്കേവൂസാണെന്നറിഞ്ഞു നാഥൻ. യേശുവിനെയാണ് ശരിക്കും മനസ്സിലായി. ചുങ്കക്കാരൻ സക്കേവൂസായിരുന്നത്. റോമാ ചക്രവർത്തിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും ചുങ്കം ഈടാക്കുമെന്ന ക്രൂരനായ ഉദ്യോഗസ്ഥൻ. ആ വഴി കടന്നുപോയിരുന്ന ഇസ്രായേൽക്കാരിൽ നിന്ന് അയാൾ അമിതമായി ചുങ്കം ഈടാക്കിയിരുന്നു. അന്യായമായി പണം പിരിച്ചും അന്യരെ ദ്രോഹിച്ചു കൊള്ള ചെയ്തും സക്കേവൂസ് അങ്ങനെ കേവലായി നാടൻ പണക്കാരിൽ മുൻപനായി. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? നാട്ടിൽ ആർക്കും അയാളെ ഇഷ്ടമായിരുന്നില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനെന്നാണ് ആളുകൾ അയാളെ വിശേഷിപ്പിച്ചിരുന്നത്. അയൽക്കാർ പോലും അയാളുടെ വീട്ടിൽ നിന്ന് ചെല്ലുകയോ അയാളോട് മിണ്ടുക പോലും ചെയ്യാറില്ല. അങ്ങനെ അയാൾ സമൂഹത്തിൽ കുഷ്ഠരോഗിയെ പോലെ വെറുക്കപ്പെട്ടവനായി മാറി. ആരോരും ഇഷ്ടപ്പെടാതെ മണ്ണിൽ ജീവിച്ചിരിപ്പതിനത്തുമുണ്ടോ? ഞാനൊരു ചീത്ത മനുഷ്യനാണേ അയാൾക്ക് തോന്നി തുടങ്ങിയല്ലേ. ഈ സന്ദർഭത്തിലാണ് സക്കേവൂസ് യേശുവിനെ പറ്റി കേൾക്കുവാൻ
ഒരിക്കൽ രണ്ട് വഴിപോക്കർ തമ്മിൽ സംസാരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. ആ യേശു എത്ര നല്ലവൻ! അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ മാനസാന്തരപ്പെടുത്തുന്നു, ഉള്ളവർ ഇല്ലാത്തവർക്ക് ദാനം ചെയ്യണമെന്ന് അവൻ വിളിച്ചു പറയുന്നു. അവനെ കാണാൻ അതാ ആയിരങ്ങൾ ഓടിക്കൂടുന്നു. യേശുമാരീശനെ കാണുവാനും സ്നേഹവചനങ്ങൾ കേൾക്കുവാനും സഖ്യവും സംഗതി കാത്തിരുന്നു, ദാഹിച്ചു മോഹിച്ചു കാത്തിരുന്നു. ഇതിനിടയിലാണ് യേശുനാഥൻ ആ വഴി വരുന്നുണ്ടെന്ന വാർത്ത സഖ്യവൂസിന്റെ കാതുകളിൽ എത്തിയത്. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും യേശുവിനെ ഒരു നോക്ക് കാണണം, അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കണം. അയാൾ ഉറപ്പിച്ചു. എന്നിട്ട് സഖ്യവൂസ് യേശുവിന്റെ വഴിയിലേക്ക് ആർത്തിയോടെ ഓടി. പക്ഷേ എന്ത് ചെയ്യാൻ? തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമല്ലേ. പൊക്കമില്ലാത്ത സഖ്യവൂസിനുണ്ടോ യേശുവിനെ കാണുവാൻ കഴിയുന്നു? അയാൾ വല്ലാതെ നിരാശനായി. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് പോംവഴി കണ്ട പോലെ തപ്പിത്തിരഞ്ഞു നടന്നു ചെന്ന് തൊട്ടടുത്തുള്ളൊരു സിക്കമൂരിൻ കൊമ്പത്തു കേറി മറിഞ്ഞിരുന്നു. ഈ കാഴ്ചയാണ് യേശുവിനെ ശ്രദ്ധയിൽപ്പെട്ടത്. പച്ചില ചാറ്റിൽ മറിഞ്ഞിരിക്കും ഭക്തിനെ സൂക്ഷിച്ചു നോക്കിനാഥൻ, നാട്ടിലെ ചുണ്ടപ്പിരിവുകാരൻ സഖ്യവൂസാനെന്നറിഞ്ഞു നാഥൻ. യേശു തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് സഖ്യവൂസിന് മനസ്സിലായി. യേശുവിന്റെ മുഖം കണ്ണു കുളർന്ന് കണ്ടു. സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ, പ്രകാശം പൊഴിയുന്ന മുഖം. സഖ്യവൂസിന്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് തുടികൊട്ടി. അങ്ങോട്ട് ഓടിച്ചെന്ന് യേശുവിനെ ഒന്ന് കെട്ടിപ്പുണരുവാൻ അയാൾ ആശിച്ചു. എങ്കിലും ജനക്കൂട്ടം തന്നെ പരിഹസിക്കുമോ എന്ന് പേടിച്ച് അയാൾ മരത്തിന് താഴെ ഇറങ്ങിയില്ല. പെട്ടെന്നാണ് യേശുവിന്റെ ശബ്ദം ഉയർന്നു കേട്ടത്. സഖ്യവൂസേ, വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നാഥന്റെ വിളി കേട്ട് സഖ്യവൂസ് അതിശയിച്ചു. എന്ത്? യേശുവിനെ തന്നെ അറിയാമല്ലോ. സഖ്യവൂസിന്റെ മുഖം തെളിഞ്ഞു, സന്തോഷത്താലെ മനം തെളിഞ്ഞു. യേശുവിൻ പാദത്തിൽ വീണു തേങ്ങാൻ തക്ഷണം അയാൾ കുതിച്ചു പോയി. സഖ്യവൂസ് ഉടനെ തന്നെ തട്ടിപ്പൊട്ടി മരത്തിൽ നിന്ന് താഴേക്ക് വന്നു. യേശുവിന്റെ പാദങ്ങൾ കെട്ടിവീണ് അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പാപിയാണ്, എന്തിന് അങ്ങയുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു? ഉത്തരചെന്നാടിടുമ്പോൾ ഇരുവരും മെല്ലെ നടന്നു നീങ്ങി. സഖ്യവൂസിന്റെ മനസ്സിനുള്ളിൽ ആനന്ദം ചീന്തി നിവർത്തിയാളി. എല്ലാവരും വെറുതെ തന്നോട് യേശുനാഥൻ സംസാരിക്കുന്നുവല്ലോ എന്നോർത്ത് അയാൾ ആഹ്ലാദിച്ചു. എന്നാൽ ചുറ്റും കൂടിയ പുരുഷാരത്തിന് ഇത് അത്രയും ഇഷ്ടമായില്ല. നീതിമാനായ യേശുനാഥൻ പാപിയായ സഖ്യവൂസിന്റെ വീട്ടിൽ കടന്നു ചേരുന്നുവെന്നോ ആളുകൾക്ക് വെറുതെ വിദ്വേഷവും ഉണ്ടായി. അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു, പാവനരൂപന യേശുനാഥൻ പാപിയോടൊപ്പം പൊറുക്കുമെന്നോ? ഈ വിധമുള്ളൊരു ഹിതകൃത്യം ദാവീദിൻ പുത്രനു ചേർന്നതാണോ? ആളുകൾ ഈശ്വരനെ സഖ്യവൂസിനെ മാറി മാറി നോക്കി. ഇതിനിടയിൽ സഖ്യവൂസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. അയാൾ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സഖ്യവൂസിന്റെ വാക്കുകൾ കേട്ട് യേശുവിന്റെ മുഖം പ്രസന്നമായി.
കാണികളൊക്കെയും നോക്കി നിൽക്കേ കാരുണ്യരൂപനാം യേശുനാഥൻ സഖ്യവൂസിന്റെ കവിളിൽ നിന്നും അശ്രുവിന്ദുഃഖം തുടച്ചു നീക്കി. യേശുനാഥൻ സഖ്യവൂസിന്റെ തലയിൽ തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സഖ്യവൂസിന്റെ ഹൃദയത്തിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഉണ്ടായി. അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറി. എല്ലാവരും അയാളോട് സ്നേഹവും കാരുണ്യവും തോന്നി. സ്വന്തം തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറായ സഖ്യവൂസിനെ എല്ലാവരും അഭിനന്ദിച്ചു. തെറ്റുകൾ നമ്മൾക്കു ബോധ്യമായാൽ ദൈവത്തിരുത്തേണം കൂട്ടുകാരെ. ചെയ്യുന്ന തെറ്റുകൾ മൂടി വെച്ചാൽ പാപികൾ